നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മെർക്കുറി ഇൻ 7th ഹൗസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ആദിത്യൻ കഴിഞ്ഞു, സോമൻ കഴിഞ്ഞു, അങ്കാരകൻ കഴിഞ്ഞു, ഇന്ന് ബുധനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം കീഴിലേത് ഗ്രഹം നിന്നാലും അത് ലഗ്നത്തിനെ ഉറപ്പായും സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നുകിൽ ഇവർക്ക് അല്ലെങ്കിൽ ഇവരുടെ പങ്കാളിക്ക് വരാൻ സാധ്യതയുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ കാർമ്മിക ബന്ധങ്ങളെക്കുറിച്ചും ആത്മീയപരമായിട്ടുള്ള ഇവരുടെ രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ 7-ൽ ബുധൻ നിന്നാലുള്ള ഗുണവും ദോഷവും അവരുടെ ചിന്താരീതികളും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബുധൻ അഥവാ മെർക്കുറി രാജസദസ്സിലെ മന്ത്രിയായിട്ട് ആണ് കാണുന്നത്. ആദിത്യനെ രാജാവും മൂണിനെ ക്യൂനായിട്ടും കണ്ടാൽ കുജൻ സൈന്യാധിപനും ബുധൻ മന്ത്രിയുമാണ്. കണക്ക് കാര്യങ്ങൾ കാൽക്കുലേറ്റീവാണ് വളരെ. അപ്പം ബലവാനായ ബുധൻ എങ്കിൽ മിഥുനം രാശിയിലും കന്നി രാശിയിലും നിൽക്കുന്ന ബുധനെങ്കിൽ ഇവരുടെ പങ്കാളിക്കോ അല്ലെങ്കിൽ ഇവർക്കോ വരാൻ സാധ്യതയുള്ള ക്വാളിറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ബുദ്ധിസാമർഥ്യമുള്ള പങ്കാളിയോ അല്ലെങ്കിൽ ഇവർക്ക് നല്ല ബുദ്ധിസാമർഥ്യമോ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. വളരെ ബുദ്ധിമാനും വിദ്യാസമ്പന്നനും, ജ്ഞാനസമ്പന്നനാവില്ല, അറിവുണ്ടാവും പക്ഷെ അനുഭവം ഉണ്ടാവില്ല. അപ്പം വളരെ ബുദ്ധിമാനും വിദ്വാനും വിദ്യാസമ്പന്നനും കാര്യങ്ങളെ വേഗത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവം ഇവർക്കോ അല്ലെങ്കിൽ ഇവരുടെ പങ്കാളിക്കോ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇവരുടെ പങ്കാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഇതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബലവാനായിട്ടുള്ളൊരു ഗ്രഹമാണ് 7-ൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാവത്തിനും തൽപതിക്കും കാരകാക്യ ഗ്രഹത്തിനും 3 പേർക്കും ബലമുണ്ടെങ്കിൽ ആ ഭാവത്തിൻ്റെ ഫലം എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ ഭാവത്തിന് എന്നുള്ള ഭാവത്താണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഗ്രഹമാണ്. ബുധനാണെങ്കിൽ ബുദ്ധി സാമർഥ്യമുള്ള ഒരു പങ്കാളിയായിരിക്കും ഇവർ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പങ്കാളിയായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തേത് യുവത്വം ആണെന്നുള്ളതാണ്. എപ്പോഴും പ്രായത്തേക്കാൾ കുറഞ്ഞ അല്ലെങ്കിൽ പ്രായത്തിനോ അനുസരിച്ചല്ലാത്ത വളരെ ചൈൽഡിഷായിട്ട് എല്ലാവരോടും പെട്ടെന്ന് ഇടപെടുന്ന രീതിയിലുള്ള ഒരു പങ്കാളിയായിരിക്കും ഇവരുടെ. എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നതും എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്നതും ഒരു യങ് ലുക്കിംഗ് ആളായിരിക്കും ഇവരുടെ പങ്കാളിയായിട്ട് വരുന്നതിൽ ഇവർ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരാളെ ആയിരിക്കും. നല്ല പ്രസരിപ്പും ചെറുപ്പവും നന്നായി തമാശ പറയുന്നതും എപ്പോഴും എൻ്റർടൈൻ ചെയ്യുന്നതുമൊക്കെ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും ഇവർ പ്രതീക്ഷിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അതുപോലെ നല്ല ആശയവിനിമയം ചെയ്യുന്ന ഒരാളായിരിക്കും ഇവരുടെ പങ്കാളിയോ അല്ലെങ്കിൽ ഇവർക്കോ അങ്ങനെ ഒരാളെ ആയിരിക്കും ഇഷ്ടം. ദമ്പതികൾക്കിടയിൽ രഹസ്യം വളരെ കുറവായിരിക്കണമെന്നും എന്തും തുറന്നു സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഇവർക്ക് സാധിക്കും എന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെയാണ് ഇവർക്ക് വേണ്ടതെന്നുമായിരിക്കും ഇവരുടെ ആഗ്രഹം. അപ്പം പോസിറ്റീവായിട്ടുള്ളൊരു ബുധനാണ് 7th ഹൗസിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരാളെ ആയിരിക്കും ഇവർക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് അങ്ങനെ ആയിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് വിജയം എന്നുള്ളതാണ്. 7th ഹൗസിൽ ബുധൻ നിന്നാൽ അത് ബലവാനാണെങ്കിൽ 7-ാം ഭാവം കച്ചവടത്തെയും പങ്കാളിയുമായി ചേർന്നുള്ള ബിസിനസ്സിനെയും സൂചിപ്പിക്കുന്നതുകൊണ്ട് ഇവർക്ക് പൊതുവെ അതൊരു ഗുണമായിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 7th ഹൗസിൽ മെർക്കുറി പ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ അസ്ട്രോളജേഴ്സ് സ്റ്റീഫൻ ഫോറസ്റ്റിനെ പോലുള്ളവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു പ്രൊജക്ഷൻ എന്നൊരു സ്വഭാവം ഇവർക്ക് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇവർക്ക് സ്വന്തം ചിന്തകളെ വ്യക്തമാക്കണമെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കണം. സ്വന്തം മനസ്സിലുള്ള ആശയങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ ഇവർ എപ്പോഴും ഒരു പങ്കാളിയോ ഒരു സുഹൃത്തോ ഇവർക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ സംസാരിക്കണം. 7th ഹൗസിൽ
മെർക്കുറി നിൽക്കുന്നവരോ അല്ലെങ്കിൽ മെർക്കുറി നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവർക്ക് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇവരുടെ ചിന്തകൾ കാട് കയറാം. പ്രത്യേകിച്ച് കാൽക്കുലേറ്റീവ് പ്ലാനറ്റാണ്, കമ്മ്യൂണിക്കേറ്റീവ് ദൂതനാണ് ബുധൻ, കണക്കിൻ്റെ കാരകനാണ്, ഹാസ്യത്തിൻ്റെ കാരകനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒറ്റയ്ക്ക് ഐസൊലേഷൻ വലിയ പാടാണ്. ധ്യാനിക്കാനൊക്കെ കുറേ നേരമൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്ന പാടാണ്. അതുകൊണ്ട് തന്നെ പങ്കാളിയോട് സംസാരിക്കുമ്പം ഇവർക്കൊരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. ഇവർ പങ്കാളിയെ കാണുന്നത് സ്വന്തം മനസ്സിൻ്റെ ഒരു പ്രതിബിംബമായിട്ടായിരിക്കും എന്നുള്ളതും ഈ പറഞ്ഞ പോലെ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് ദ നീഡ് ഫോർ എ മിറർ എന്നുള്ള രീതിയിൽ ബുധൻ 7th നിൽക്കുമ്പോഴുള്ള ഒരു ഫലത്തെക്കുറിച്ച് ചില അസ്ട്രോളജേഴ്സിൻ്റെ ഒരു പഠനം ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നു എന്നുള്ളതാണ്. അടുത്തത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് 7th മെർക്കുറി നിൽക്കുക, അല്ലെങ്കിൽ മെർക്കുറിക്ക് നല്ല ബലമുണ്ടെങ്കിൽ ഇൻ്റലക്ച്വലൈസിങ് ഇമോഷൻസ് എന്ന് പറയും. അതായത് വികാരങ്ങളെ യുക്തി കൊണ്ട് അളക്കുന്ന ഒരു രീതി ഇവർക്കുണ്ടാകും. ചന്ദ്രനും ബുധനും, ചന്ദ്രൻ്റെ പുത്രനാണ് ബുധൻ, അതുകൊണ്ട് തന്നെ ബുധനും ചന്ദ്രനും ഒരു വൈശ്യഗ്രഹമാണ്. സർവ്വ വിഷയങ്ങളിലും അവരൊരു ലാഭം നോക്കും എന്നുള്ളത് ഉറപ്പാണ്. അറിഞ്ഞോ അറിയാതെയോ എനിക്കെന്ത് കിട്ടും എന്നുള്ള ഒരു ചിന്ത എല്ലാ കാര്യത്തിലും അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ചിലർക്ക് മനസ്സിലാവത്ത പോലുമില്ല, പക്ഷെ അത് ചുറ്റുപാട് നിൽക്കുന്നവർക്ക് അത് മനസ്സിലാവും. അവരൊരു ലാഭം എപ്പോഴും നോക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വികാരങ്ങളെ യുക്തി കൊണ്ടളക്കുന്ന ഒരു രീതി ഇവർക്കുണ്ടാവും. ചന്ദ്രൻ വികാരങ്ങളെ, ഇമോഷൻസിനെ, ഫീലിങ്സിനെ അനുഭവിപ്പിക്കുന്ന ഗ്രഹമാണെങ്കിൽ, അല്ലെങ്കിൽ ചന്ദ്രൻ സൂചന തരുന്ന വിഷയം വഴി നമുക്ക് ഇമോഷൻസിനെ, ഫീലിങ്സിനെ അനുഭവിപ്പിക്കുന്ന ഒരു ഗ്രഹമാണെങ്കിൽ, ആ ഒരു കർമ്മമാണ് നമ്മളൊക്കെ ചന്ദ്രൻ ഹൊറോസ്കോപ്പിൽ സൂചിപ്പിക്കുന്നത് എങ്കിൽ ബുധൻ വികാരങ്ങളെ പഠിപ്പിക്കുന്നു. അനലൈസിങ് പ്ലാനറ്റാണ് ബുധൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു അനാലിറ്റിക്കൽ സ്റ്റൈൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു പ്രണയത്തിൽ ആയാൽ പോലും എന്തുകൊണ്ട് എനിക്കിങ്ങനൊരു തോന്നലുണ്ടായി, ഇതുകൊണ്ടുള്ള ഗുണമെന്ത്, ഈ ബന്ധം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ളത് മുൻകൂട്ടി ഇവർ ഡിസൈൻ ചെയ്യും എന്നുള്ളതാണ്. ഈ പ്രണയം കൊണ്ട് എനിക്ക് എന്തുകൊണ്ട് എനിക്ക് ഈ വ്യക്തിയോടൊരു തോന്നലുണ്ടായി, അല്ലെങ്കിൽ ഒരു അടുപ്പമുണ്ടായി, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് ഈ ബന്ധം പോകുന്നത്, എവിടെ എത്തിച്ചേരും എന്നൊക്കെയുള്ളത് ഇവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഓരോ വിഷയങ്ങളിലും ഇവർ ചെന്ന് കയറുമ്പം, ഇറങ്ങുമ്പോൾ കീറി മുറിച്ച് പരിശോധിക്കാനുള്ളൊരു ശ്രമം ഇവരുടെ ഉള്ളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. പലപ്പോഴും ഈ മുൻവിധികൾ തന്നെയാണ് പല പരാജയങ്ങളിലേക്കും എത്തിക്കുന്നതും എന്നുള്ളതും ഒരനുഭവമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അനലൈസ് ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ, ഒരു അനാലിറ്റിക്കൽ സ്റ്റൈല് ഇവരുടെ ഒരു ഫീലിങ്സിൽ, ഇത് വൈകാരികമായിട്ട് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് കുറച്ച് കഴിയുമ്പം ഉണ്ടാവുകയും നെഞ്ച് തുറന്ന് സ്നേഹിക്കുക, വ്യാഴത്തിനെ പോലെ അല്ലെ ശുക്രനെ പോലെ, ഒരു പരിധി വരെ ചന്ദ്രനെ പോലെയും ഒക്കെ ഉള്ളു തുറന്ന് സ്നേഹിക്കുക എന്നുള്ളതിനേക്കാളിലും ഉപരി സെറിബ്രൽ ലവ് അഥവാ തലച്ചോറ് കൊണ്ടുള്ള പ്രകടനം, പ്രണയം ആയിരിക്കും ഇവരുടേതെന്നുള്ളതും ഒരു വിശകലനം ചെയ്യേണ്ട വിഷയവും കൂടിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആസ് സർവൈവൽ മെക്കാനിസം എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷനാണ് ഇവരുടെ ഓക്സിജൻ അഥവാ പ്രാണവായു എന്ന് വേണേൽ പറയാം. ആശയവിനിമയമാണ് ഇവരുടെ പ്രാണവായുവായിട്ട് ഉള്ളത്. എന്താ ഞാനങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വർത്തമാനം പറയുക എന്നുള്ളത് വെറുമൊരു വിനോദമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. അതൊരു സൈക്കോളജിക്കൽ നീഡാണ്, മാനസിക ആവശ്യമാണ്. സംസാരിക്കുമ്പോൾ മാത്രമാണ് തങ്ങളെ ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ മൗനം വന്നാൽ ആ ബന്ധം മരിച്ചുവെന്ന്
ഇവർ വിധി എഴുതും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഈ പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ വഴിയുള്ള ബന്ധങ്ങളുണ്ടല്ലോ. ഇപ്പം മോഡേൺ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്ന ഒരു കാലമല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ അത് ബുധൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. ഞാൻ ട്രാൻസിറ്റ് അനാലിസിസ് ഒക്കെ പറയുമ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ട്രാൻസിറ്റ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിൽ ജോലി ചെയ്യുന്നവരെ ആയിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് വ്യാഴമാണെങ്കിൽ വ്യാഴം ആക്സിലറേഷൻ അതിചാരം വന്നിരുന്നു. അതിനുശേഷം വ്യാഴം ഇപ്പോൾ പുറമോട്ട് വന്നു, പഴയ രാശിയിലേക്ക് വക്രം പെട്ട് വന്നു, റെട്രോഗ്രേഡിൽ വന്നു. പക്ഷേ ആ വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ളവർക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് പെട്ടെന്നറിയാം. ബാക്കിയുള്ളവർക്ക് അറിയാൻ പാടില്ല എന്നല്ല, പക്ഷേ വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഏഴരശനിയും കണ്ടകശനിയും ഒക്കെ വരുന്ന സമയത്ത് ശനിയുടെ കാരകത്വത്തിലുള്ള അനവധി വിഷയങ്ങൾ, ഈ ദുഃഖവും ദുരിതവും ശനിയുടെ കാരകത്വത്തിലുള്ളത് കൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് തടസ്സങ്ങളുമൊക്കെ ശനിയുടെ കാരകത്തിലുള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാവുന്നത്. പക്ഷേ രവി ആയാലും ബുധനായാലും ഒക്കെ, ഉദാഹരണത്തിന് ബുധൻ ട്രാൻസിറ്റിൽ വരുന്ന സമയത്ത്, ട്രാൻസിറ്റിൽ മോശമായിട്ടുള്ള അവസ്ഥയിൽ വരുന്ന സമയത്ത് ബുധൻ്റെ കാരകത്വവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നേച്ചറുള്ളവർക്ക്, ആ ഒരു സൈക്കോളജിക്കൽ സ്റ്റൈലുള്ളവർക്കായിരിക്കും ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. അതായത് മൗനം, ബുധൻ റെട്രോഗ്രേഡൊക്കെ ആവുന്ന സമയത്ത് പറയാറുണ്ട് ഈ ബാങ്കിൽ സിസ്റ്റം ഡൗൺ ആവുന്നു, അല്ലെങ്കിൽ IT പരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു, ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു എന്നൊക്കെ റെട്രോഗ്രേഡ് ബുധൻ്റെ ഒരു ഇത് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയാസ് പലതും, എസ്പെഷ്യലി FB അല്ലെങ്കിൽ ഇൻസ്റ്റ അല്ലെങ്കിൽ ഇന്നുള്ള യൂട്യൂബ് പോലുള്ള കാര്യങ്ങളിൽ ഇററുകൾ സംഭവിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഒരാളുടെ വ്യക്തിയുടെ സൈക്കോളജി അല്ലെങ്കിൽ അവരുടെ മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ജ്യോതിഷത്തെ ബേസ് ചെയ്ത് ചിന്തിക്കുമ്പം ഇവരിൽ ബന്ധങ്ങളിൽ മൗനം വരുന്ന സമയത്ത് അവിടെ ആ ബന്ധം അവിടെ അവസാനിക്കണം. കാരണം ആ സംസാരമാണ് അവരുടെ മുന്നോട്ടുള്ള യാത്ര. ബന്ധങ്ങൾ പൊളിയുമ്പം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നോട് ഈയിടെയായിട്ട് സംസാരിക്കാറില്ലല്ലോ, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ്. അപ്പം പങ്കാളി ഇവരോട് മിണ്ടാതിരുന്നാൽ ഇവർക്ക് വലിയ ഉത്കണ്ഠ, ആങ്സൈറ്റി ഉണ്ടാകും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള ചിന്ത എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ചിന്ത ഇവരിങ്ങനെ സ്വയം ചോദിക്കുകയും മറ്റുള്ളവരോട് അല്ലെങ്കിൽ ഇവരുടെ പങ്കാളിയോടോ അല്ലെങ്കിൽ പാർട്ട്ണറോടോ ഒക്കെ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, എന്താ കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതപ്പം ഇവരുടെ ഒരു നേച്ചറോ അല്ലെങ്കിൽ ഇവരുടെ ഒരു പങ്കാളിയുടെ നേച്ചറോ ഇതാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. പഠനത്തിനായിട്ട് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. അടുത്തത് അഡാപ്റ്റബിലിറ്റി ആൻഡ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയാണ്. ദ്വന്ദ്വ വ്യക്തിത്വം ആണ്. 2 തരത്തിൽ പെരുമാറിക്കളെ. ഈ ബുധന് രവിയുടെ ബന്ധം വരുമ്പോഴുള്ള നിമുടയോഗമാണ് NPD എന്ന് ഞാൻ ചുമ്മാതെ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. ആ രവിയുടെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ബുധൻ്റെ ഒരു കൺസ്യൂമേറ്റ് ലയർ ടെൻഡൻസിയും കൂടെ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറും കൂടെ ഒരുമിച്ച് ചേർന്ന് വരുമ്പം നാച്ചുറലി നല്ലൊരു മാനിപ്പുലേറ്റർ ആവാനുള്ള സാധ്യത ഉണ്ട്. രവിയുടെ ബന്ധവും കൂടെ വരുമ്പോൾ, രവിയും ബുധനും കൂടെ വരുമ്പം. അപ്പം രവി പൊതുവേ സുപ്പീരിയറാണ്, ഈഗോയിസ്റ്റാണ്, ഈഗോസെൻട്രിക്കാണ്. അതോടൊപ്പം തന്നെ ബുധൻ ഗ്രഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടെ വരുമ്പോഴത്തേക്ക് അവർ നല്ല ഐഡിയോളജി ഉള്ളവരായിരിക്കും, ഒരുപാട് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നവരായിരിക്കും. ഇവർക്ക് സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ ടച്ച് അവരുടെ ചിന്തകളിലുണ്ടാവും. പ്ലസ് ഈ ബുധൻ്റെ സ്വഭാവ സവിശേഷതകളോട് ഒരുമിച്ച് ചേരുമ്പം ഒരുമിച്ച് വരുമ്പം പലപ്പോഴും മറ്റ് ശനിയുടെയോ രാഹുവിൻ്റെയോ ഒക്കെ ഇൻഫ്ലുവൻസ് ഏതെങ്കിലും തരത്തിൽ നക്ഷത്രം വഴിയോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് ട്രോമകളും അത് നിമിത്തമുണ്ടാകുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനൊക്കെയുള്ള സാധ്യതകൾ കൂടും. NPD പോലെ തന്നെ പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പലരും ഇപ്പം നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും ചുമ്മാതെ, അല്ലെങ്കിൽ ഒരുമിച്ച് അസ്ട്രോളജേഴ്സ് ഇപ്പം എന്നെപ്പോലെ ചിന്തിക്കുന്നവരെല്ലാം, ഞാൻ പഠിപ്പിച്ചവരൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ ചുമ്മാതെ ഈ വിഷയങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ഹൊറോസ്കോപ്പൊക്കെ എടുത്ത് ചിന്തിക്കുമ്പം ഈ ഒരു ക്ലൂ പലയിടത്തത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു അത്ഭുതമാണ്. അപ്പോൾ നമുക്കത് കൂടുതൽ വിഷയങ്ങൾ നമുക്ക് മുന്നോട്ട് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം.
എന്ന് പറയാം. ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ബുധൻ ഒരു പ്രത്യേകത പറയുന്നുണ്ട്. നമ്മളൊരു ആ എഫക്റ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ക്യാമിലിയോൺ എഫക്റ്റ് എന്നോ അങ്ങനെ എങ്ങാണ്ട് അതിൻ്റെ പേര്. അതായത് എനിക്ക് ഓർമ്മയുണ്ട് ബുധനെക്കുറിച്ച് പറഞ്ഞപ്പം, ബുധനെക്കുറിച്ച് വരാഹമിഹിരൻ്റെ ഹോരാവ്യാഖ്യാനം, കൈക്കുളങ്ങര രാമവാര്യരുടെ ഹൃദ്യപഥ എന്ന് പറയുന്ന വ്യാഖ്യാനം, ആ ഗ്രന്ഥം പഠിക്കുന്ന സമയത്ത് ഈ രാശിശീലം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ ഈ രാശിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ബുധൻ്റെ 2 രാശിക്കും ഒരു ദ്വന്ദ്വ സ്വഭാവമുണ്ട്. കന്നിക്ക് ഒരു കയ്യിൽ നെൽക്കതിരും ഒരു കയ്യിൽ അഗ്നിയുമാണ്, താഴെ വെള്ളവും, പരസ്പര വൈരുദ്ധ്യങ്ങളാണ്. അതുപോലെ തന്നെ മുകളിൽ മിഥുനൻ രാശി എന്ന് പറഞ്ഞ് ഒന്ന് വീണ വായിക്കുന്ന സ്ത്രീയും ഒന്ന് ഗദാധാരിയായ പുരുഷനുമാണ്. ഈ 2 സ്വഭാവങ്ങളും ആ ഗ്രഹത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുധൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ബുധൻ ഈ ദ്വന്ദ്വ സ്വഭാവമുള്ള ഉണ്ട്. ആരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നോ അതുപോലെ ആവും. സ്പിരിച്വലായിട്ടുള്ള ഒരാളുടെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഉണരും. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണരും. പക്ഷേ ഇവിടെ എല്ലാം ഇവരുടെ ഈ ഉണരുന്നതിന് മുമ്പ്, ഇവരിതിനോട് ചേരുന്നതിന് മുമ്പ് തനിക്ക് എന്ത് കിട്ടും എന്നുള്ളൊരു ചിന്ത, ഈ ബന്ധം കൊണ്ട് തനിക്ക് എന്താണോ കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഒരു ലാഭചിന്ത, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ചിന്ത ഇവർക്കുണ്ടാകും. അതെല്ലാ ആൾക്കാർക്കും ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇവിടെ ബുധനാവുമ്പം എന്ന് പറയുന്നത് ആ ലാഭചിന്തയുടെ ഒരു എക്സ്ട്രീം ലെവലുണ്ട്. ബാക്കിയുള്ള ഇപ്പോൾ വ്യാഴത്തിനും ഭാവിയിൽ മോക്ഷം എന്ന് പറയുന്നൊരു വിഷയത്തെ ബേസ് ചെയ്തായിരിക്കും വ്യാഴവും ചിന്തിക്കുന്നത്. പക്ഷേ പ്രസൻറ്റിലെ ആ ധർമ്മം, ആ ഒരു സ്വാർത്ഥതയ്ക്ക് ഒരു പരിമിതി ഉണ്ടാവും. വ്യാഴത്തിന് ബലം കൂടുന്നതിനനുസരിച്ച് ആ വിട്ട് കളയാനും ആ ഒരു ചേർന്ന് നിൽക്കാനും ഒക്കെയുള്ളൊരു ചാൻസ് ഓരോ ഗ്രഹങ്ങൾക്കും ഉണ്ട്. അത് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവർക്ക് ഒരു ഫിക്സഡ് പേഴ്സണാലിറ്റി ഒരു ബന്ധങ്ങളിലും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. അതുപോലെ ഒരു വലിയ പ്രത്യേകത, ഈ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ തൻ്റെ പാർട്ട്ണറിൻ്റെ സ്വഭാവം എന്താണോ ആ രീതിക്കനുസരിച്ച് നിന്ന് സംസാരിച്ച് അത് ഹാൻഡിൽ ചെയ്തെടുക്കാനുള്ളൊരു കഴിവ്, അവരുടെ ഇഷ്ടം എന്താണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിൽക്കാനുള്ള ലാഭമുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇവരുടെ നിലനിൽപ്പ് അത് ആവശ്യമാണെങ്കിൽ ചൊവ്വയൊക്കെയാണ് മുഷിഞ്ഞായിരിക്കും ചെയ്യുന്നത്, ഇടിയുണ്ടാക്കും. പക്ഷെ ഇവർ അത് ചെയ്തിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവക്കാരായിട്ടുള്ളൊരു പങ്കാളിയുടെ അടുത്താണെങ്കിൽ ആ ഗൗരവമായിട്ട് അവരുടെ രീതിക്ക് അനുസരിച്ച് അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. തമാശ പറയേണ്ട പങ്കാളിയാണെങ്കിൽ അതനുസരിച്ച് നിൽക്കും. ആ ഒരു മുഷിച്ചിലുണ്ടെങ്കിൽ പോലും അത് കാണിക്കാതെ, ഇവരുടെ ഒരു രീതി കാണിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മോശാവസ്ഥ എന്ന് പറയുന്നത്, നമുക്ക് ആൾമാറാട്ടം എന്ന് തോന്നും. ഇവരെ പല സ്ഥലത്ത് ഒരാളിനെ തന്നെ പല സമയത്ത് പെരുമാറുമ്പോൾ, ഇപ്പോൾ പുറത്ത് ഒരു രീതിയിൽ, നമ്മളോടൊരു രീതിയിൽ, ഒരു സമയത്ത് സ്നേഹത്തോടെ, ഒരു സമയത്ത് ദേഷ്യത്തോടെ, ഒരു സമയത്ത് വെറുപ്പിക്കുന്ന രീതിയിൽ, എന്നിട്ട് അതൊക്കെ എൻജോയ് ചെയ്യുമായിരിക്കും എന്ന് പിന്നെ പറയുന്നത്, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമാറാട്ടം അല്ലെങ്കിൽ ഒരു ഫേക്ക് പേഴ്സോണ അല്ലെങ്കിൽ ഫേക്ക് പേഴ്സണാലിറ്റി ആണെന്ന് നമ്മളെ തോന്നിപ്പിക്കും. ചിലപ്പോൾ അവരങ്ങനെ ആയിരിക്കില്ല, പക്ഷേ അത് നമുക്ക് തോന്നും. പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനും ഇവരുടെ അതിജീവന തന്ത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഒരു ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിജീവന തന്ത്രമായിട്ടാണ് എനിക്ക് എൻ്റെ ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രീതിയിലുള്ളൊരു നേച്ചറുണ്ട്. ആ നേച്ചർ ഏറ്റവും കൂടുതൽ ആ ഗ്രഹം ബലം വരുന്ന ആളിനുണ്ടാവും എന്നുള്ളതും വളരെ അത്ഭുതമാണ്. നമുക്കിത് പഠിക്കുന്ന സമയത്ത്, നമ്മൾ ആഴത്തിലിറങ്ങി പഠിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ എന്ത് കർമ്മഫലമാണ്, എന്ത് കാർമിക് ഡെപ്റ്റ് കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതൊക്കെ തീർക്കേണ്ടത്, എന്ത് സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പോയി പെടും എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വയം അതിനനുസരിച്ച് മാറാനും ധാർമ്മികമാകാനും വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രം. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവും.
ഇത് മനസ്സിലാക്കിയിട്ട് സ്വയം വിലയിരുത്തുകയും ഉപാസന ചെയ്യുകയും, ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചേർന്നിരുന്നത് കൊണ്ട് സ്പിരിച്വൽ പ്രാക്ടീസുകൾ ചെയ്ത് നമ്മൾ സ്വയം നമ്മളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഊർജ്ജസ്വരൂപങ്ങളായി മാറുക എന്നുള്ളതാണ്, ഊർജ്ജഗതിയിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം അതൊക്കെ ഇച്ചിരി എഫേർട്ട് ഇടേണ്ട പണിയാണ്, അത് തപസ്സാണ്. നമ്മളുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നം ഇതാണെന്ന് സ്വയം ഉൾക്കൊള്ളാൻ, ചിലപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ ഉൾക്കൊണ്ടിട്ട് ഞാൻ നാളെ ഒരു മാറിക്കോളാം എന്നുള്ളതല്ല. നിരന്തരമായി മനസ്സിനെ അത്രയും എഫേർട്ട് കൊടുത്ത് എനിക്ക് മാറണം, ഇതെനിക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊന്നും ഈ കാര്യങ്ങൾ ചുറ്റുപാട് നിൽക്കുന്നവർ എന്നോട് കാണിച്ചാൽ എനിക്ക് എന്നത്തോളം വേദനയാകും എന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം മാറാൻ തയ്യാറാകുന്നവരെയാണ് സാധകർ അല്ലെങ്കിൽ ഉപാസകർ എന്ന് വിളിക്കുന്നത്. ഉപസമീപേ ആസനം, തന്നോടൊപ്പം ചേർന്നിരുന്ന് സാധനയാകുന്ന തപസ്സിലൂടെ, ചിന്തകളിലൂടെയും റിച്വൽസിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ, അതെല്ലാം ചിന്തകൾ തന്നെയാണ്. അതോടൊക്കെ നമ്മൾ സ്വയം മാറ്റിയെടുക്കുന്നവരാണ് ശരിക്കും ഉപാസകർ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഏത് ഗ്രഹങ്ങൾ നിന്നാലും ആ തപസ് കൊണ്ട് നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ ജാതകത്തിൻ്റെ ഫലം മാറുമെന്ന്. മാറും. ജന്മസമയത്തെ ആസ്പദമാക്കിയിട്ടുള്ള കർമ്മഫലത്തിന് നേർക്കുള്ള കണ്ണാടിയാണ് ജാതകം എന്ന് പറയുന്നത്. അത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, തപസ്സനുഷ്ഠിക്കുക. അതിന് ഉപാസന ചെയ്ത് ഒരാഴ്ച മന്ത്രം ജപിച്ചുകൊണ്ടോ, ഒരു മാസം മന്ത്രം ജപിച്ചുകൊണ്ടോ, ഒരു വർഷം ഡെയിലി 10,000 രൂപ വെച്ച് ജപിച്ചുകൊണ്ടോ മാത്രം കാര്യമില്ല. ആ ജപിക്കുന്ന ഊർജം നമ്മളുടെ ഇൻട്രോസ്പെക്ഷന് വേണ്ടിയും കൂടെ ഉപയോഗിച്ച് സ്വയം വിശകലനം ചെയ്ത് മാറ്റേണ്ടതിനെ മാറ്റാൻ സ്വയം ബോധപൂർവം തയ്യാറാകണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മന്ത്രം ജപിക്കുന്നതിൻ്റെയും ഈശ്വരോപാസന ചെയ്യുന്നതിൻ്റെയും തപസ് നമുക്കുണ്ടാവും, സംശയമില്ല. അത് രാവണനും ഉണ്ടായിരുന്നു, മഹിഷാസുരനും ഉണ്ടായിരുന്നു, സർവ്വ അസുരന്മാർക്കുമുണ്ട്. ഇന്ന് മഹാപാപം ചെയ്യുന്ന പലരുടെയും ജീവിതമെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പലരും ദൈവവിശ്വാസികളുമാണ് എന്നുള്ളത് നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയാണോ ആവേണ്ടത്, അതോ സ്വയം മാറി ഈ ജീവിതം ശാന്തിയും സമാധാനവുമായിട്ട് ഈശ്വരജന്മങ്ങളായി ജീവിക്കണോ എന്നുള്ളതും കൂടി സ്വയം വിശകലനം ചെയ്യാൻ ഞാൻ വിട്ടുതരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ 7th ഹൗസ് മെർക്കുറിക്ക് ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇവർക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യും. അതുറപ്പാണ്. അതാണ് ഒരു സമയത്ത് ഇവരെത്തും. ഇവർ ആ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇവർക്ക് അനുഭവപ്പെടും. അത് അങ്ങനൊരു പോയിൻ്റ് വന്നാൽ, അങ്ങനൊരു തിരിച്ചടി വന്നാൽ, അങ്ങനൊരു പ്രതിസന്ധി ജീവിതത്തിൽ വന്നാൽ സ്വയം മാറാൻ തയ്യാറായിക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് തീരുമാനമെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രധാന കാര്യങ്ങളിലൊന്ന്. നിസർഗ 7ാം ഭാവം എന്ന് പറയുന്നത് തുലാസാണ്, തുലാം രാശിയാണ്, ലിബ്രയാണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും ചാഞ്ചാടുന്ന ഒരു രാശിയാണ്. അപ്പം ആ ഭാവത്തിൽ അതിൻ്റെ ഒരു സ്വഭാവം കൂടെ പറയാം. അപ്പം അവിടെ ത്രാസ് പോലെ മനസ്സെപ്പോഴും ആടുന്ന ഒരു ഭാവമാണ്, ഒരിക്കലും പൂർണ്ണമായി തൃപ്തി വരാത്തൊരു ഭാവമാണ് 7ാം ഭാവം എന്ന് പറയുന്നത്. നമുക്കില്ലാത്തത് നമ്മൾ തേടുന്നൊരു ഭാവമാണ്, നമ്മുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ തേടുന്നൊരു ഭാവമാണ് 7ാം ഭാവം എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് 90% വിവാഹബന്ധങ്ങളും പൂർണ്ണമായ തൃപ്തിയെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ തുടക്കമൊന്നും ഉണ്ടാവില്ല. കുറേ കാലം എടുത്ത് മാത്രമേ നടക്കൂ. കുറേ സംഭവ വികാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴേ അത് വരത്തുള്ളൂ. അതുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ബുധൻ നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് തീരുമാനമെടുക്കാനുള്ള ഈ അനാലിസിസിൻ്റെ ഒരു പാരാലിസിസ് എന്ന് വേണേൽ പറയാം. അതുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ബുദ്ധിമുട്ട്, അനാലിസിസിൻ്റെ ഒരു പാരാലിസിസ് എന്ന് വേണേൽ പറയാം. അപ്പം ഒരു ബന്ധം വേണ്ടയോ വേണോ, ഒരു വ്യക്തി നല്ലതാണോ ചീത്തയാണോ എന്നിങ്ങനെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയും. അതായത് അതിനെ ഗുണദോഷങ്ങളെ ഇങ്ങനെ ചിന്തിക്കും, ഇങ്ങനെ വിശകലനം ചെയ്യും, ഇങ്ങനെ കാൽക്കുലേറ്റീവായിട്ട് ഇങ്ങനെ കുത്തിക്കുറിക്കും, ഇരുന്ന് ആലോചിക്കും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് ഈ സമയം വേറെ വല്ലതിനും ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന് നന്നായിരിക്കും. പക്ഷേ ഇവരുടെ ചില വിഷയങ്ങൾ ഇവർ അനലൈസ് ചെയ്ത് പറയുന്നത്
വളരെ കൃത്യമായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉപദേശം സ്വീകരിക്കാൻ സൂപ്പറായിരിക്കും, നല്ല ഉപദേശകരായിരിക്കും. ഇവരുടെ ഉപദേശങ്ങൾ പല കാര്യത്തിലും സ്വീകരിക്കാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് അളന്നു തൂക്കി സമയം കളയുന്ന ഒരു പ്രകൃതം ഇവർക്കുണ്ട് പലതിലും. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് കാൽക്കുലേഷൻസ് പരാജയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വളരെ കാൽക്കുലേറ്റീവ് ആയിരിക്കും. അത് പരാജയം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിനെ വല്ലാണ്ട് ഇത് തളർത്തുകയും ഓവർ തിങ്കിങ്ങിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പലപ്പോഴും അതുകൊണ്ട് തന്നെ നല്ല അവസരങ്ങൾ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. അക്കരപ്പച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ, അക്കരപ്പച്ച എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത ഇവർക്കുള്ളത് കൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും അതിനൊരു അപ്പുറത്തെ സൈഡും കൂടെ ഇവർ കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിലുള്ള ബന്ധങ്ങളിൽ പൂർണ്ണ സംതൃപ്തി കണ്ടെത്താൻ പലപ്പോഴും ഇവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും മനസ്സ് സമ്മതിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിലും സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരു കാർമിക് ലൂപ്പിലാണ് ഇവർ കിടക്കുന്നത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെർവ്സ് ടെൻഷൻ ഈ ബുധൻ 7 നിൽക്കുന്നവർക്കുണ്ടാവും എന്നുള്ളതാണ്. അതായത് നാഡീവ്യൂഹപരമായിട്ടുള്ള സ്വാധീനങ്ങൾ, നാഡീവ്യൂഹത്തെ, നെർവസ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തെ നമ്മൾ ശരീരത്തിലെ ഈ പിണ്ടാണ്ടത്തിലെ നെർവസ് സിസ്റ്റത്തെ ചിന്തിക്കുന്ന ബുധനെ കൊണ്ടാണ്. എല്ലാ തരത്തിലുള്ള, ഇത് കമ്പ്യൂട്ടറിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ചിന്തിക്കുന്നത് ബുധൻ എന്ന് പറയുന്ന പ്ലാനറ്റിനെ കൊണ്ടാണ്. അതിൽ ബുധന് നല്ല ബലം ഉണ്ടെങ്കിൽ ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യാം, നല്ല സക്സസ്ഫുൾ ആവും. കാരണം ആ ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റൈല് ബുധൻ ബലമുള്ളവർക്ക് നല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡൊന്ന് ചിന്തിച്ച് നോക്കി. അവർ അസാമാന്യമായിട്ട് ആ ഒരു മാനിപ്പുലേറ്റഡ് പൊളിറ്റിക്കൽ ഏരിയയിൽ സക്സസ്ഫുൾ ആയിരിക്കും, ഉറപ്പാണത്. അതാ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുള്ളൊരു ബോധം ഇവർക്കുണ്ടാവും. അപ്പം ദാമ്പത്യ ബന്ധങ്ങളിലോ മറ്റു ബന്ധങ്ങളിലോ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും ഇവരുടെ നാഡീവ്യൂഹങ്ങളെ ബാധിക്കും. ടെൻഷൻ വന്നാൽ ഇവർക്ക് കൈവിറയൽ, ഉറക്കമില്ലായ്മ, അമിതമായിട്ട് സംസാരിക്കൽ, ഭയങ്കര പെടപ്പ്, അല്ലെങ്കിൽ ത്വക്ക് രോഗങ്ങൾ എന്നിവ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ IBS പോലുള്ള സാധനങ്ങൾ, എന്തെങ്കിലും പെട്ടെന്ന് ടെൻഷൻ കയറിയിട്ട് അപ്പം ടോയ്ലറ്റിൽ പോവുക, അല്ലെങ്കിൽ ചുമ്മാതെ വീർത്തിരിക്കുക. അപ്പോൾ ഇവരുടെ മാനസികാരോഗ്യം പങ്കാളിയുടെ പെരുമാറ്റവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഉറപ്പാണ്. പലപ്പോഴും ഞാൻ ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം, പലരുടെ ജാതകങ്ങൾ കണ്ടതിൻ്റെ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ ഞാൻ ഈ വിഷയം, പ്രത്യേകിച്ച് പ്ലാനറ്റ്സിൻ്റെ ഒരു സൈക്കോളജി സൈഡിൽ കൂടെ ഞാൻ കണ്ടമാനം എന്നെ വിളിക്കുന്ന എല്ലാ കൺസൾട്ടേഷനിലും ഞാൻ അതിൻ്റെ ഒരു സാധ്യത ഞാൻ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഒരനുഭവം പറയാം. പലപ്പോഴും ബുധന് ബലമുള്ളവർക്ക്, 7-ൽ ബുധൻ നിൽക്കുന്നവർക്ക്, ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്നവർക്കൊക്കെ ഇവരുടെ ഈ ഓവർ തിങ്കിങ്ങും ഓവർ എക്സ്പെക്റ്റേഷനും കാരണം, ഈ ഒരു അനാലിറ്റിക്കൽ സ്റ്റൈല് കാരണം ഒരുപാട് കിട്ടിയ ഭാഗ്യങ്ങൾ നശിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ തൊഴിലായിരിക്കാം, ഒരു നല്ല തൊഴിലിരിക്കുന്ന സമയത്തായിരിക്കും വേറെ ഒരു നല്ല തൊഴിൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചാൽ ലാഭം നോക്കി ചാടി ആ ഒരു കംഫർട്ട് സോൺ പൊളിഞ്ഞു പോകുന്നത്. അതുപോലെ റിലേഷൻഷിപ്പിൽ, നല്ലൊരു റിലേഷൻഷിപ്പിൽ, എല്ലാ റിലേഷൻഷിപ്പിലും എന്തെങ്കിലുമൊക്കെ പരിമിതികളുണ്ടാവും. അതിലൂടെ പോകുന്ന സമയത്തായിരിക്കും വേറെ ഒരു ഇത് വന്നിട്ട് ആ സമയത്ത് രാഹുവിൻ്റെ ദശയോ അപഹാരമോ, രാഹുവായിട്ട് ബന്ധം ബുധന് വരികയോ, രാഹു നിൽക്കുന്ന നക്ഷത്രത്തിലോ ഒക്കെ ആണെങ്കിൽ ഒരു ഫാൻറ്റസി വന്നിട്ട് എന്നേക്കുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ബന്ധങ്ങളോ നശിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ കടപ്പാടുകൾ മറന്നു പോകുന്ന ഒരു പ്ലാനറ്റും കൂടിയാണ് ബുധൻ. ബുധൻ കുഞ്ഞുങ്ങളെ പോലെയാണ്, കുട്ടികളെ പോലെയാണ്. കുട്ടികൾക്ക് കളിപ്പാട്ടം കാണുമ്പം ഉള്ള കൗതുകം പോലെയാണ് ഓരോ സബ്ജക്റ്റുകളും. അവർ ആ കളിപ്പാട്ടം എടുത്തു കഴിഞ്ഞാൽ കളിപ്പാട്ടം കിട്ടുന്നിടം വരെ ഭയങ്കര വാശിയും വെപ്രാളവും ഒക്കെ ആയിരിക്കും. പക്ഷെ ആ കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ അതുകൊണ്ട് കളിക്കും, ഭയങ്കരമായിട്ട് കൈക്കൊണ്ട് നടക്കും, രാത്രിയിൽ അതും കൊണ്ട് കിടന്നുറങ്ങും ഒക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കളിപ്പാട്ടം ചിന്നിച്ചിതറി അവിടെ ഇവിടെയും കിടക്കും. അടുത്ത കളിപ്പാട്ടത്തിൻ്റെ പുറകെ ആയിരിക്കും ഉള്ളത്. അപ്പം കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നേച്ചർ, ആ ഒരു സ്വഭാവം ജീവിതത്തിൻ്റെ പല മേഖലകളിലും, പ്രത്യേകിച്ച് വളരെ കുട്ടിത്തം വേണ്ടാത്ത വളരെ മെച്യൂറായിട്ട് ഇടപെടേണ്ട പല മേഖലകളിലും അങ്ങനെ ചെയ്യാതെ വരുമ്പം ജീവിതം തകിടം മറിയുന്നതായിട്ടും
കടുത്ത ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കുമൊക്കെ പോകുന്നതും കണ്ടിട്ടുണ്ട് എന്നുള്ളതും എൻ്റെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കാമുകനെയോ അല്ലെങ്കിൽ ഒരു കാമുകിയോ കാട്ടിലും ഉപരിയായിട്ട് ഇവർക്ക് വേണ്ടത് ഇവർക്കൊരു കേൾവിക്കാരനെയാണ് എന്നുള്ളതാണ്. ഇവർക്ക് പ്രണയത്തെക്കാട്ടിലും കൂടുതൽ ആവശ്യം ധാരണയാണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ മനസ്സെപ്പോഴും ഉണർന്നിരിക്കും. ബന്ധങ്ങളിൽ എപ്പോഴും ഇവരാഗ്രഹിക്കുന്ന ശാരീരിക സുഖത്തിനപ്പുറമായിട്ട് മാനസിക ഉത്തേജനമാണ്, മെൻ്റൽ സ്റ്റിമുലേഷനാണ് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് ഇത് ഉറപ്പായിട്ടും ഉപകാരപ്പെടും എന്നുള്ളതറിയാം. നിങ്ങളത് സ്വയം വിശകലനം ചെയ്യുകയും മറ്റ് ജാതകങ്ങൾ കാണുമ്പോൾ നോക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ബാക്കിയുള്ള വിഷയം ബാഡ് എഫക്ട്സും അതുപോലെ തന്നെ ഇതിന് കാരണമായിട്ടുള്ള കാർമിക് ലൂപ്പുകളെക്കുറിച്ചും എന്തൊക്കെയാണ് പരിഹാരം ചെയ്യേണ്ടതെന്നുള്ളതും നമുക്ക് നോക്കാം. ഇപ്പം തന്നെ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞു, ലെങ്ത് കൂടിയാൽ ആരും കാണില്ലല്ലോ. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. പോരെ, അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.